അപ്പൊ ഈ സമുദായത്തിൽ ശിർക്ക് വ്യാപകമാണ്, ബിദ്അത്തുകൾ വ്യാപകമാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. പടച്ചോൻ പറയാൻ, ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമയു മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഖുർആനിലെ ഒരു ആയത്താണ്. 921 ശേഷം കേരളത്തിലുണ്ടായ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ കയ്യിലുള്ള ഖുർആനിലുള്ള അല്ല, നിങ്ങളുടെ കൈകളിൽ, നിങ്ങളേന്തുന്ന കൈകളിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് മറിച്ചു നോക്കേ. ഖുർആനിലെ 35-ാം അധ്യായം 14-ാമത്തെ വചനം എന്താ അവിടെ പറയുന്നത്? ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമയു മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ആയത്ത് മാത്രം മതി, അല്ലാത്തൊരു മഹാനോട് പിന്നെ വിളിച്ചു പ്രാർത്ഥിക്കില്ല. എന്താ അത്? ആയത്തിൽ പറയുന്നത് ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഇനി കേട്ടു എന്ന് നിങ്ങൾ സങ്കല്പിക്കേ. വലൗ സമയു മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല. ഇവിടെ കല്ലല്ല, മരമല്ല, ഏതെങ്കിലും മരത്തടിയെ കുറിച്ചല്ല പറയുന്നത്. അവർ കേൾക്കുകയില്ല, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നാ അള്ളാഹ് പറയുന്നു. അത് കരിങ്കല്ലല്ല, മരക്കഷ്ടമല്ല. കാരണം എന്താ? ആയത്തിന്റെ ബാക്കി ഭാഗം എന്താ? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഉണ്ടോ? വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ശിർക്ക്. അള്ളാഹ് പറയാണ് എന്ത്? മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് പടച്ചോൻ പറയാ. മുജാഹിദുകൾ പറയണ്ട, മുജാഹിദുകൾ പറഞ്ഞു എന്നല്ലേ കുഴപ്പോ? അള്ളാഹ് പറയാൻ എന്ത്? നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. കേട്ടു നിങ്ങൾ വിചാരിച്ചാൽ ഉത്തരം ചെയ്യില്ല. എന്നിട്ടോ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ശിർക്ക് അവരെ നിഷേധിക്കും. കരിങ്കല്ല് നിഷേധിക്കോ? മരത്തടി നിഷേധിക്കോ? നിഷേധിക്കുന്നവരാരാ? അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർ നിഷേധിക്കും. എന്നിട്ടോ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? എന്നിട്ടും ആളുകൾക്ക് അത് മനസ്സിലാകണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്നിട്ടും ആളുകൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹ് പറയുന്നതറിയോ? വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞനായ അള്ളാഹുവിനെ പോലെ ഈ വിഷയത്തിൽ നിനക്ക് വിവരം തരാൻ വേറെ ഒരാളില്ല മനുഷ്യ. എങ്ങനെ? മരിച്ചോല് കേൾക്കോ? ഏറ്റവും കൂടുതൽ അറിയുന്നതാരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് പറയാണെന്ത്? മരിച്ചവർ കേൾക്കില്ല, ഉത്തരം ചെയ്യില്ല. എന്നിട്ട് അള്ളാഹ് തന്നെ പറയാണെന്ത്? മനുഷ്യ, ഈ വിഷയത്തിൽ എന്നെ പോലെ നിനക്ക് കൃത്യമായി വിവരം തരാൻ ഒരാളില്ല. ആ റബ്ബാ നിന്നോട് പറയുന്നത് നീ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വൃഥാവിലാണ്, അത് ശിർക്കാണ്, അവർ കേൾക്കൂല. നിങ്ങൾ ആലോചിക്കണം, ഈ ആയത്തിനോട് ചേർത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു വാചകമുണ്ട്. എന്താ അറിയോ? അത് മറന്നു പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ അറിവുള്ളവരാണോ മുസ്ലിയാക്കന്മാര്, മഹാന്മാര്? അല്ലാഹ് പറയാണെന്ത്? മരിച്ചോലെ കുറിച്ച്, മരണത്തിന് ശേഷമുള്ള കാര്യം ഏറ്റവും കൂടുതൽ അറിയുന്നത് ആർക്കാ? അല്ലാഹ് പറയാ. ആ അല്ലാഹ് പറയുന്നു മരിച്ചോലെ വിളിച്ചു പ്രാർത്ഥിച്ചവർ കേൾക്കൂല. മാത്രമല്ല അത് ശിർക്കാണ്, ഖിയാമത്ത് നാളിൽ അവർ നിഷേധിക്കും. പറഞ്ഞില്ലേ? അല്ലാഹു തീർത്തു പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിച്ചു, അല്ലാഹ് പറഞ്ഞിട്ട് പടച്ചോനേക്കാൾ സൂക്ഷ്മമായി ഈ വിഷയത്തിൽ അറിവ് പേരോടിനുണ്ടാവുമോ? സക്കാഫിമാർക്ക് ഉണ്ടാവുമോ? മുസ്ലിയാക്കന്മാർക്ക് ഉണ്ടാവുമോ? അല്ലാഹ് പറയാണെന്ത്? എന്നെപ്പോലെ ഈ വിഷയത്തിൽ നിനക്ക് വിവരം തരാൻ ഇനി ഒരാളില്ല. ഞാൻ തരുന്ന വിവരമാണ് കറക്റ്റ് വിവരം. ആ വിവരം എന്താണ്? ആ വിവരം എന്താണ്? അവർ കേൾക്കില്ലെന്ന് മാത്രമല്ല, നീ മഹാന്മാരെ വിളിക്കുന്നത് ശിർക്കാണ്, അത് പരലോകത്ത് നിനക്ക് അപകടം ചെയ്യും എന്ന വിവരം നിന്റെ റബ്ബാണ് നിനക്ക് നൽകുന്നത്. എന്നിട്ടൊരു മുസ്ലിയാർ വന്നിട്ട് മരിച്ചോല് കേൾക്കുന്നു പ്രസംഗിച്ചാൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കലാണോ? അള്ളാഹുവിന്റെ ആയത്തിനെ നിഷേധിക്കലാണോ? അള്ളാഹിനേക്കാൾ അറിവുള്ളവനായി ചമയലാണോ? ഇത് കേട്ടിട്ടും നിങ്ങൾ നന്നുന്നില്ലേ? എങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ തീരുമാനിച്ചിട്ടില്ല. ഹിദായത്തിന് കിട്ടേണ്ട പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞ് ഈ